ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൾട്ടി ത്രെഡിങ് ഇൻ ജാവ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തു, അതിൻ്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ത്രെഡ് മെത്തേഡ്സ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് വോയിഡ് സ്റ്റാർട്ട്. ഒരു ത്രെഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ, അതായത് നമ്മളൊരു റൺ മെത്തേഡ് കൊടുത്തു, ആ റൺ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പബ്ലിക് വോയിഡ് സ്റ്റാർട്ട് മെത്തേഡ് യൂസ് ചെയ്യണം. നമ്മൾ എ ഡോട്ട് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇതാണ് സ്റ്റാർട്ട് മെത്തേഡ്. സ്റ്റാർട്ട്സ് ദ ത്രെഡ് ഇൻ സെപ്പറേറ്റ് പാത്ത് ഓഫ് എക്സിക്യൂഷൻ, ദെൻ ഇൻവോക്ക് ദ റൺ മെത്തേഡ് ഓൺ ദിസ് ത്രെഡ് ഒബ്ജക്റ്റ്. നമ്മൾ സ്റ്റാർട്ട് കോൾ ചെയ്യുന്ന സമയത്ത് റൺ മെത്തേഡാണ് ഇവിടെ ഇൻവോക്ക് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് പബ്ലിക് വോയിഡ് റൺ മെത്തേഡ് ഈസ് ഇൻവോക്ഡ് ഓൺ ദാറ്റ് റണ്ണബിൾ ഒബ്ജക്റ്റ്. റണ്ണബിൾ ഒബ്ജക്റ്റിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൺ മെത്തേഡ് കോൾ ചെയ്യുന്നത്. നോർമലി നിങ്ങൾ ശ്രദ്ധിച്ചാണ് എല്ലാ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ റണ്ണ് കൊടുക്കും. നമ്മൾ സ്റ്റാർട്ട് കോൾ ചെയ്യുന്ന സമയത്ത് റൺ മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യുന്നത്. റണ്ണിൽ നമുക്ക് റൺ ചെയ്യേണ്ട ഒബ്ജക്ട്സ് ഏതൊക്കെയാണോ അതിനെയാണ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത്. തേർഡ് വൺ പബ്ലിക് ഫൈനൽ void set name. അതിനകത്ത് സ്ട്രിംഗ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ദ നെയിം ഓഫ് ദ ത്രെഡ് ഒബ്ജക്റ്റ്. ദർ ഈസ് ഓൾസോ എ ഗെറ്റ് നെയിം മെത്തേഡ് ഫോർ റിട്രീവിംഗ് ദ നെയിം. ഇവിടെ നമ്മൾ സെറ്റ് നെയിം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ നെയിം റിട്രീവ് ചെയ്തെടുക്കണമെങ്കിലാണ് നമ്മൾ ഈ സെറ്റ് നെയിം കൊടുക്കുന്നത്. ദെൻ പബ്ലിക് ഫൈനൽ void set priority. int priority. Set the priority of this thread object. The possible values are between 1 and 10. നമുക്കിവിടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ത്രെഡിൻ്റെ എക്സിക്യൂഷൻ അനുസരിച്ച് നമുക്ക് അതിന് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ആ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1നും 10നും ഇൻ ബിറ്റ്വീൻ ആണ്. മിനിമം പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ 1, മാക്സിമം പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ 10. ആ ഇൻ ബിറ്റ്വീൻ വാല്യൂസ് നമുക്ക് നോർമൽ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം കൊടുക്കാം. നെക്സ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പബ്ലിക് ഫൈനൽ void set daemon boolean on. ഇവിടെ എ പാരാമീറ്റർ ഓഫ് ട്രൂ ഡിനോട്ട്സ് ദിസ് ത്രെഡ് ആസ് എ ഡീമോൺ ത്രെഡ്. നമ്മളൊരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് വെക്കും, അതായത് ഡീമോൺ ത്രെഡാണ്, അതൊരു നമുക്ക് ആവശ്യമില്ലാത്ത ത്രെഡാണോ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ദെൻ പബ്ലിക് ഫൈനൽ void join. അതായത് ഒരു ത്രെഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മില്ലി സെക്കൻഡ്സ് നമ്മൾ അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ലോങ് മില്ലി സെക്കൻഡ്. നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു മില്ലി സെക്കൻഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ കൊടുക്കുന്നത്. ദ കറണ്ട് ത്രെഡ് ഇൻവോക്ക് ദിസ് മെത്തേഡ് ഓൺ എ സെക്കൻഡ് ത്രെഡ് causes the current thread to block until the second thread is terminated or the specified number of milliseconds passes. വീണ്ടും റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്പെസിഫൈഡ് മില്ലി സെക്കൻഡ്സ് കൊടുക്കും. ആ സെക്കൻഡ്സിനുള്ളിൽ വേറെ സെക്കൻഡ് ത്രെഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവോക്ക് ചെയ്യും. അത് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വീണ്ടും റീജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മില്ലി സെക്കൻഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പബ്ലിക് void interrupt. Interrupt this thread causes it to continue execution if it was blocked for any reason. നമ്മൾ എന്തെങ്കിലും റീസൺ കൊണ്ട് ബ്ലോക്ക് ചെയ്തതിന്, അതായത് എന്തെങ്കിലും ഒരു ഇൻറ്ററപ്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തതിനാണ് ഇൻറ്ററപ്റ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പബ്ലിക് ഫൈനൽ ബൂളിയൻ ഈസ് അലൈവ്. ഈസ് അലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം അലൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ബൂളിയൻ വാല്യൂ ആണ് റിട്രീവ് ചെയ്ത് കിട്ടുക. ദാറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അതായത് റിട്ടേൺ ട്രൂ ഇഫ് ദ ത്രെഡ് ഈസ് അലൈവ്. ത്രെഡ് അലൈവ് ആണോ, വിച്ച് ഈസ് എനി ടൈം ആഫ്റ്റർ ദ ത്രെഡ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ബട്ട് ബിഫോർ ഇറ്റ് റൺ ടു കംപ്ലീഷൻ. ഇപ്പം അലൈവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് അലൈവ് ചെക്ക് യൂസ് ചെയ്യുന്നത്. ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ദ യൂസ് ഓഫ് സ്റ്റാർട്ട് മെത്തേഡ്. നമുക്ക് സ്റ്റാർട്ട് മെത്തേഡിന്റെ യൂസ് അറിയാം. റൺ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് കോൾ ചെയ്യുന്നത്. നോർമലി ഏത് ത്രെഡ് വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ സ്റ്റാർട്ടിനെ കോൾ ചെയ്യണം. ഇഫ് എ ത്രെഡ് ഈസ് സ്റ്റാർട്ടഡ് ഇറ്റ് ക്യാൻ നെവർ ബി സ്റ്റാർട്ടഡ് അഗെയിൻ ഇഫ് യു ഡു സോ ആൻ ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻ ഈസ് ത്രോൺ. അതായത് നമ്മൾ ഇവിടെ ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾ കാണും, നമ്മളൊരു റൺ മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ മെയിൻ മെത്തേഡ് T2 എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2 times ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും 2 times അത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടൈം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് റണ്ണ് ഇൻവോക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം സ്റ്റാർട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻ അവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ത്രെഡ് കോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കാണും ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വീണ്ടും സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് yield മെത്തേഡ്. ഇവിടെ പറയുന്നത് കോസസ് ദ കറന്റ്ലി റണ്ണിങ് ത്രെഡ് ടു yield ടു എനി അതർ ത്രെഡ്സ് of the same priority that are waiting to be scheduled. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ നടുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ പ്രയോറിറ്റി ഉള്ള ആള് ഒരു 2 മില്ലി സെക്കൻഡ് കഴിയുമ്പം വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, എ കുറച്ച് മാറി കൊടുത്തിട്ട് അതിനേക്കാളും പ്രയോറിറ്റി ഉള്ള ആൾക്ക് സ്പേസ് കൊടുക്കണം. അതേ സെയിം പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, അത് എക്സ്റ്റെൻഡ് ത്രെഡ് ക്ലാസ് ആണ്. ദെൻ റൺ ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാണ് വേണ്ടത്. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഐ പ്ലസ് പ്ലസ്. ഇഫ് ഐ ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം, yield ചെയ്യണം. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഐ. അപ്പോൾ ഐ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും ചെയ്യണം. ദെൻ അതെല്ലാം എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ഫ്രം എ. ദെൻ ഇവിടെ ഒരു ബി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ബി എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് പബ്ലിക് വോയിഡ് റണ്ണ്. അതിനകത്തും സെയിം മെത്തേഡാണ് പറയുന്നത്. ഫോർ ഇൻറ്റ് ഐ ജെ ഈസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ജെ പ്ലസ് പ്ലസ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് സെയിം ആണ്. ജെനെ പ്രിന്റ് ചെയ്യുക 1 to 5 വരെ പ്രിന്റ് ചെയ്ത് വരണം. ദെൻ എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ഫ്രം ബി. ഇനി ഇതിന്റെ മെയിൻ ക്ലാസ്സിൽ നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ എക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു ന്യൂ എ. ബിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ബി ഈസ് ഈക്വൽ ടു ന്യൂ ബി. ദെൻ എനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് എ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബീനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എ വർക്ക് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ക്ലാസ് എയിൽ പബ്ലിക് വോയിഡ് റണ്ണ് ഫോർ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1. അപ്പം നോക്കി അടുത്ത കണ്ടീഷൻ നോക്കിയപ്പോൾ ഇഫ് ഐ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ മാത്രമേ നമ്മൾ yield ചെയ്യണ്ടൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഐനെ പ്രിന്റ് ചെയ്യണം. ദെൻ വീണ്ടും ഫോർ ലൂപ്പിലോട്ടേക്ക് പോയി ഐ പ്ലസ് പ്ലസ് ചെയ്തപ്പോൾ എന്താ ചെക്ക് ചെയ്തത്, ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തു. ഐൻ്റെ വാല്യൂ എത്രയായിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തത്, 2 ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തു. ദെൻ വീണ്ടും ചെക്ക് ചെയ്തു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൂപ്പിലോട്ടേക്ക് കയറി ഫസ്റ്റ് ചെക്ക് ചെയ്തത് ഇഫ് ഐ ഈക്വൽ ടു 2 ആണോ. ഇപ്പം എന്താണ്, ഐ ഈസ് ഈക്വൽ ടു 2 ആണ്. 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, yield ചെയ്യണം. yield മീൻസ് അയാൾ പിൻവലിഞ്ഞിട്ട് അയാളെക്കാളും ഹയർ പ്രയോറിറ്റി ഉള്ള ആരും അവിടെയുണ്ട്, അയാൾക്ക് എന്ത് ചെയ്യണം, ചാൻസ് കൊടുക്കണം. അതായത് ഇവിടെ ആരാ ഉള്ളത്, ബി ആണുള്ളത്. അപ്പോൾ ബീനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ദെൻ ക്ലാസ് ബി വർക്ക് ചെയ്യും. ബിയിൽ ജെ ഈക്വൽ ടു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് ചെക്ക് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ബി 1 എന്ന് പ്രിന്റ് ചെയ്യണം. ദെൻ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു, ജെ 2 ആയി. ജെ ലെസ് ദാൻ 5 ആണോ, അങ്ങനെയാണ് ബിന്റെ അടുത്ത ജെ പ്രിന്റ് ആയി 2. അങ്ങനെ ബിന്ന് എക്സിറ്റ് ചെയ്യും. അപ് ടു 5 വരെ പ്രിന്റ് ചെയ്തിട്ട് ബിന്ന് എക്സിറ്റ് ആവും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 1. ദെൻ എ 2 ആവുന്ന കേസിൽ അവിടെ എ yield ചെയ്തു, ബിക്ക് ചാൻസ് കൊടുത്തു. ദെൻ ബി അപ് ടു 5 വരെ പ്രിന്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ബി എക്സിറ്റ് ആയി, എക്സിറ്റ് ഫ്രം ബി. അതിനുശേഷം ഹയർ പ്രയോറിറ്റിയിൽ ആൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ yield ചെയ്ത ആള് മുന്നിട്ട് വരും. അയാൾ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും. എ ഇവിടെ ബാക്കി ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും. ബി എക്സിറ്റ് ആയതിനു ശേഷം എ ഈക്വൽ ടു 2, എ ഈക്വൽ ടു 3, എ ഈക്വൽ ടു 4, എ ഈക്വൽ ടു 5. ദെൻ എ എക്സിറ്റ്. അപ്പോൾ ഇവിടെ പ്രയോറിറ്റി ആണ് ബേസ് ചെയ്യുന്നത്. ത്രെഡ് എ ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് വെൻ കണ്ടീഷൻ ഇഫ് I is equal to 2 gets satisfied, yield method gets evoked and the control is relinquished from thread A to thread B, which run to its completion, and only after that thread is regain the control block. B ക്ക് ശേഷം മാത്രം A വീണ്ടും regain ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് മെത്തേഡ്. The stop method kill the thread on execution. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് കില്ല് ചെയ്ത് കളയാം. ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ക്ലാസ് സീനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റൺ മെത്തേഡ് ഉണ്ട്. അതിനകത്തും സെയിം അപ് ടു 1 to 5 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഇഫ് ഐ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യണം, അതുവരെ പ്രിന്റ് ചെയ്യണം. പക്ഷെ ഐ എപ്പോഴാണോ 2 ആവുന്നത് ആ കേസിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞ സിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു.
സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് ഐ ഈക്വൽ ടു 1 ആണ്. 1 ആയപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇഫ് ഐ ഈക്വൽ ടു 2, നമ്മൾ ഐ 1 ആണ്, അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഐനെ പ്രിൻറ്റ് ചെയ്യും. 1 അവിടെ പ്രിൻറ്റ് ചെയ്തു. ദെൻ വീണ്ടും ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു, ചെക്ക് ചെയ്തു. ഐ ഈക്വൽ ടു 2, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ദെൻ ഇഫ് ഐ ഈക്വൽ ടു 2 ആണ്. 2 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഈക്വൽ ടു 1 ആണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ലീപ്പ് മെത്തേഡാണ്. കോസസ് ദ കറന്റ്ലി റണ്ണിംഗ് ത്രെഡ് to block for at least the specified number of millisecond. You need to handle exception while using sleep method. നമുക്കിപ്പം ഒരു ത്രെഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിന് കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമുക്കതിനെ കുറച്ച് മില്ലി സെക്കൻഡ്സ് സ്ലീപ്പ് ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് സ്ലീപ്പ് മെത്തേഡ്. ആ സമയത്ത് അത് ആക്റ്റീവ് അല്ല, അത് വർക്ക് ചെയ്യുന്നില്ല, അത് കുറച്ച് നേരത്തേക്ക് സ്ലീപ്പിംഗ് ആണ്. നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഐ പ്ലസ് പ്ലസ്. ഇഫ് ഐ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ നമ്മൾ ഐനെ ഒരു 1000 മില്ലി സെക്കൻഡ്സിലോട്ടേക്ക് സ്ലീപ്പ് ചെയ്യിപ്പിക്കണം. ദെൻ ഐനെ നമ്മളവിടെ പ്രിന്റ് ചെയ്യിക്കണം, എക്സിറ്റ് ഫ്രം എ. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ സിക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഐ ഈക്വൽ ടു 1, ഐനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു, 1 പ്രിന്റ് ആയി. ദെൻ ഐ ഇൻക്രിമെന്റ് ചെയ്തു, 2 ആയി. 2 ആയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, ഇഫ് ഐ ഈക്വൽ ടു 2 ആണ്. 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1000 മില്ലി സെക്കൻഡ്സ് അവിടെ സ്ലീപ്പ് ചെയ്യണം, അതായത് അവിടെ വെയിറ്റ് ചെയ്യണം. ഇനി വേറെ ആരും ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രോസസ്സ് ചെയ്യുക. ഇല്ല, ഇവിടെ ആരും ഇല്ല, നമ്മൾ ആകെ ക്ലാസ് സി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ 1000 മില്ലി സെക്കൻഡ്സ് സ്ലീപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിലോട്ടേക്ക് ജോയിൻ ആവും. ദെൻ അതിനുശേഷം ഇത് ഐ ഈക്വൽ ടു 2 ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യും. ദെൻ 3 ആവും, 4 ആവും, 5, അങ്ങനെ എക്സിറ്റ് ഫ്രം എ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഈക്വൽ ടു 1 കഴിഞ്ഞ് 2 വരുന്ന സമയത്ത് അതൊരു 1000 മില്ലി സെക്കൻഡ് സ്ലീപ്പായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് 1 2 3 4 5 എന്നുള്ള ആ ഓർഡറിൽ തന്നെ ഡിസ്പ്ലേ. ദെൻ നെക്സ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സസ്പെൻഡ് ആൻഡ് റെസ്യൂം മെത്തേഡാണ്. എ സസ്പെൻഡ് ത്രെഡ് ക്യാൻ ബി റിവൈവ്ഡ് ബൈ യൂസിങ് ദ റെസ്യൂം മെത്തേഡ് ബട്ട് ഡു നോട്ട് വാണ്ട് ടു കിൽ ഇറ്റ്. ഇവിടെ നമ്മൾ സസ്പെൻഡ് ചെയ്യുക, കുറച്ചൊരു സമയത്തേക്ക് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും റീജോയിൻ ചെയ്യുക. അതിന് സസ്പെൻഡ് ചെയ്ത് വീണ്ടും റിവൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെസ്യൂം മെത്തേഡ്. ഇവിടെ നമ്മൾ സസ്പെൻഡ് എന്ന് പറയുമ്പോൾ അതിനെ കില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് അതിനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനെ വീണ്ടും നമ്മൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റെസ്യൂം മെത്തേഡ്. ഇവിടെ 2 ക്ലാസ്സസ് ഉണ്ട്, ക്ലാസ് സിയും ക്ലാസ് എയും. രണ്ടിലും നമ്മൾ ഐൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ഐൻ്റെ വാല്യൂ 1 to 5 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് സി ആണ്, ദെൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത് എ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ സി സ്റ്റാർട്ട് ചെയ്തിട്ട് സീനെ അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക്. ദെൻ സീനെ വീണ്ടും റെസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, എ ആണ് ഫസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ സീനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് എ ആണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണുന്നത്. കാരണം സീനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് എന്താവുന്നുള്ളൂ, റെസ്യൂം ആവുന്നുള്ളൂ. 2 threads C and A are created. Thread C is started ahead of thread A, but C is suspended using suspend method, causing thread A to get hold of the processor, allowing it to run. And when thread C is resumed using resume method, it return it to its completion. ഇവിടെ സിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റെസ്യൂം മെത്തേഡ് വെച്ചിട്ട് റീജോയിൻ ആവുന്നത്. ദെൻ നെക്സ്റ്റ് ത്രെഡ് priority. Every Java thread has a priority that helps the operating system to determine the order in which threads are scheduled. നമ്മൾ ത്രെഡിനെ പ്രൊസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ഓർഡർ കൊടുക്കണം. ഈ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ചും കൂടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഓർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പ്രയോറിറ്റി. Java priority are in the range between minimum priority, maximum priority and normal priority. ഈ 3 ടൈപ്സ് ഓഫ് പ്രയോറിറ്റീസ് ആണ് കൊടുക്കുന്നത്. മിനിമം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, മാക്സിമം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, നോർമൽ പ്രയോറിറ്റി. നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിനിമം പ്രയോറിറ്റിക്ക് 1 എന്നുള്ള വാല്യൂ
മാക്സിമം പ്രയോറിറ്റിക്ക് 10 എന്നുള്ള വാല്യൂ, ദെൻ നോർമൽ പ്രയോറിറ്റിക്ക് 5, ഇൻ ബിറ്റ്വീൻ ഉള്ള ഏതെങ്കിലും ഒരു വാല്യൂ. നോർമലി നമ്മൾ 5 എന്നുള്ള വാല്യൂ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ത്രെഡ്സ് വിത്ത് ഹയർ പ്രയോറിറ്റി ആർ മോർ ഇമ്പോർട്ടൻറ്റ് ടു എ പ്രോഗ്രാം ആൻഡ് ഷുഡ് ബി അലോക്കേറ്റഡ് പ്രോസസർ ടൈം ബിഫോർ ലോ പ്രയോറിറ്റി ത്രെഡ്. ഇങ്ങനെ നമ്മൾ ത്രെഡിന് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ പ്രയോറിറ്റി ആണ് ഫസ്റ്റ് പ്രോസസറിൽ പോയിട്ട് എക്സിക്യൂട്ട് ആവുന്നത്. ആഫ്റ്റർ ദാറ്റ് ലോവർ പ്രയോറിറ്റി പോകും. ത്രെഡ് പ്രയോറിറ്റി cannot guarantee in order in which the threads execute and very much platform dependent. എല്ലാ പ്രോസസറും എപ്പോഴും പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നുണ്ടാവുക. നോൺ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ചിലത് ഷോർട്ടസ്റ്റ് ജോബ് ഏതാണെന്ന് നോക്കിയിട്ട് വർക്ക് ചെയ്യും, ചിലത് ഫസ്റ്റ് ഏത് ത്രെഡാണോ വന്നാൽ അതിനെ ബേസ് ചെയ്തിട്ട് വർക്കും. അപ്പോൾ അത് അതിന് ഡിപ്പെൻഡഡ് ആണ്. എല്ലാവരും ഈ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്യണമെന്നില്ല. അപ്പം ഇവിടെ നമ്മൾ പ്രയോറിറ്റീനെ ഷെഡ്യൂൾ ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് 2 ക്ലാസ്സസ് ഉണ്ട്, സിയും എയും. ഇവിടെ സി എന്ന് ആൾക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ എക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാണ്. എ ഡോട്ട് സെറ്റ് പ്രയോറിറ്റി 10, ദെൻ സി ഡോട്ട് സെറ്റ് പ്രയോറിറ്റി 1. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പ്രയോറിറ്റി ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രയോറിറ്റി ആണ്. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സി ഡോട്ട് സ്റ്റാർട്ട്, എ ഡോട്ട് സ്റ്റാർട്ട്. സി ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ദെൻ എ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എക്കാണ് നമ്മളിവിടെ ഹയർ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ ആണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുക, ആഫ്റ്റർ ദാറ്റ് സി. സോ അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് ഫസ്റ്റ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്, ദെൻ സി. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏത് ഓർഡറിലാണ്? സി കഴിഞ്ഞിട്ടാണ് എ. നെക്സ്റ്റ് മെത്തേഡാണ് യൂസ് ഓഫ് ഈസ് അലൈവ് ആൻഡ് ജോയിൻ മെത്തേഡ്. ദ java.lang.thread.is alive method test if this thread is alive. A thread is alive if it has been started and has not yet died. അതായത് ഇപ്പം അലൈവ് ആണ്, അങ്ങനെ ഒരു ത്രെഡ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് അലൈവ് മെത്തേഡ് കൊടുക്കുന്നത്. ഫോളോയിങ് ഇസ് ദ ഡിക്ലറേഷൻ ഫോർ java.lang.thread.is alive മെത്തേഡ്. പബ്ലിക്, ഫൈനൽ, ബൂളിയൻ, ഈസ് അലൈവ്. നമുക്കിവിടെ ബൂളിയൻ വാല്യൂസ് ആണ് കിട്ടും. അലൈവ് ആണെങ്കിൽ ട്രൂ എന്ന് വരും, ഇല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നമുക്കവിടെ വരുന്നത്. ദിസ് മെത്തേഡ് റിട്ടേൺ ട്രൂ ഇഫ് ദിസ് ത്രെഡ് ഈസ് അലൈവ്, false otherwise. Join method wait for a thread to die. It causes the currently thread to stop executing until the thread it join with complete it task. അലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നോക്കാം, ക്ലാസ് എ ഉണ്ട്, അതിൽ റൺ ചെയ്യുന്നുണ്ട്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎനിൽ സ്റ്റാറ്റസ് ഈസ് അലൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് അലൈവ് ടെസ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഉണ്ട്. എ ഡോട്ട് സ്റ്റാർട്ടിൽ എ ഡോട്ട് ജോയിൻ, എ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എ അലൈവ് ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് അലൈവ് ആണോ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത് എ ട്രൂ ആണ്, അത് അലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്യാം. ദെൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്നത് അലൈവ് ആണോ ചെക്ക് ചെയ്തു. വീണ്ടും നോക്കുമ്പോൾ അത് ഫോൾസ് ആണ്, പിന്നെ നമുക്ക് അതിനെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു ത്രെഡ് ഇല്ല. ദെൻ നെക്സ്റ്റ് സിങ്ക്രണൈസേഷൻ ആണ്. വെൻ 2 or more threads need access to a shared resource, they need some way to ensure that the resource will be used by only one thread at a time. സിങ്ക്രണൈസേഷനിൽ നമ്മൾ പറയുന്നത് അറ്റ് എ ടൈം ഒരു ത്രെഡ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് മോർ ദാൻ 1 ത്രെഡ്സ് വരുന്ന ടൈമിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. ദ പ്രോസസ് ബൈ വിത്ത് ദിസ് സിങ്ക്രണൈസേഷൻ ഈസ് അച്ചീവ്ഡ് ഈസ് കോൾഡ് ത്രെഡ് സിങ്ക്രണൈസേഷൻ. അങ്ങനെ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഒരാളെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ത്രെഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. Synchronize the keyword in Java, create a block of code referred to as a critical section. നമ്മൾ എവിടെ നിന്നാണോ പ്രോസസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. എവറി ജാവ ഒബ്ജക്ട് വിത്ത് എ ക്രിട്ടിക്കൽ സെക്ഷൻ ഓഫ് കോഡ് ഗെറ്റ് എ ലോക്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഒബ്ജക്ട്. ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ എ ത്രെഡ് നീഡ് ടു ഒബ്റ്റെയിൻ ദ കറസ്പോണ്ടിങ് ഒബ്ജക്ട്സ് ലോക്ക്. നമ്മളിവിടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ത്രെഡ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മറ്റൊരു ത്രെഡ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് ആ ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അവിടെ ലോക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി അത് ആഫ്റ്റർ കംപ്ലീഷൻ അതെന്ത് ചെയ്യും? അൺലോക്ക് ചെയ്യും. ഈ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുറത്തിരിക്കുന്ന ബാക്കിയുള്ള ത്രെഡിന് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സിങ്ക്രണൈസേഷൻ മെത്തേഡ്.
ഇപ്പൊ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിങ്ക്രണൈസ്ഡ് ഒബ്ജക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു ബി സിങ്ക്രണൈസ്ഡ്. നമുക്ക് ഏത് ഒബ്ജക്റ്റിനാണ് സിങ്ക്രണൈസ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളത് സിങ്ക്രണൈസ്ഡ് എന്നുള്ള ഒരു കീവേഡ് അതിന്റെ മുന്നേ വെച്ചിട്ട് വേണം ചെയ്യാൻ. പ്രോബ്ലം വിത്തൗട്ട് യൂസിങ് സിങ്ക്രണൈസേഷൻ. ദ ഫോളോയിങ് എക്സാമ്പിൾ അപ്ഡേറ്റ്സ് എന്നുള്ളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിലുള്ള നമ്മൾ സിങ്ക്രണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടും. പ്രോസസ് എയും ബിയും എന്ന് പറഞ്ഞ 2 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ 2 പ്രോസസ്സും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. നമുക്കൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവും. മേക്കിംഗ് എ മെത്തേഡ് സിങ്ക്രണൈസ്ഡ്, ജാവ ക്രിയേറ്റ് എ monitor and hands it over to the thread that called the method first time. As long as the thread hold the monitor on other thread can enter the synchronized section of the code. അതായത് 2 കൊളീഷൻ വരും. നമ്മൾ മുന്നേ പറഞ്ഞ കേസിനാണ് പറയുന്നത്. 2 ത്രെഡും സിങ്ക്രണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരും, ഒരു ഓർഡർ കിട്ടാതെ വരും. വെയിറ്റിംഗ് ദ മെത്തേഡ് ആസ് സിങ്ക്രണൈസ്ഡ് വിൽ make one thread enter the method and till execution is not complete no other thread can get the access to the method. ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യാതെ അതിന്റെ നടുക്ക് വേറെ ഒന്ന് കയറി വന്ന് അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിങ്ക്രണൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻ ആയിട്ട് നമുക്കൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ അപ്ഡേറ്റ് സമ്മിനെ നമ്മൾ സിങ്ക്രണൈസ്ഡ് എന്നുള്ള ഒരു കീവേഡ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ വോയിഡ് അപ്ഡേറ്റ് സമ്മ്, അവിടെ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോർമലി എക്കും ബിക്കും 1 to 5 വരെ പ്രിന്റ് ചെയ്യാനുള്ളതാണ് കൊടുത്തത്. നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ത്രെഡ് എയും ബിയും ഉണ്ട്. എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബി കംപ്ലീറ്റ് ചെയ്യുള്ളൂ. നമ്മൾ അസിങ്ക്രണൈസ്ഡ് ആണെങ്കിൽ എയും ബിയും അതിന്റെ ഇടയിൽ കയറി വന്നുകൊണ്ടിരിക്കും. എ കംപ്ലീറ്റ് ചെയ്യാൻ ബി വരും. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് തോന്നും. അപ്പം സിങ്ക്രണൈസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ത്രെഡുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് സിങ്ക്രണൈസ്ഡ് ത്രെഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് each other. It is a mechanism in which a thread is paused running in its critical section and another thread is allowed to enter in the same critical section to be executed. It is implemented by following method of object class. നമ്മൾ പറഞ്ഞു സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒന്നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ത്രെഡിനെ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ടേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് വെയിറ്റ് മെത്തേഡ്. This method tells the calling thread to give up the monitor and go to sleep until some other thread enter the same monitor and call notify. അതായത് എ എന്ന് പറയുന്ന ഒരു ത്രെഡ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് ക്രിട്ടിക്കൽ സെക്ഷനിൽ നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ അടുത്ത് പറയും കുറച്ച് നേരം സ്ലീപ്പ് ചെയ്യും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അതിനുള്ള ഫംഗ്ഷനാണ് വെയിറ്റ് ഫംഗ്ഷൻ. ഇനി എപ്പോഴാണ് ഇതിൽ പോകേണ്ടത്? എപ്പോഴെങ്കിലും മറ്റേ ത്രെഡ് ക്രിട്ടിക്കൽ സെക്ഷന് എക്സിറ്റ് ആവുന്ന ടൈമിൽ ഇതിന് നോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ വരും. നോട്ടിഫൈ മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് ഇതിന് വീണ്ടും ക്രിട്ടിക്കൽ സെക്ഷനിലോട്ടേക്ക് എൻ്റർ ചെയ്യും. ദെൻ എന്താണ് നോട്ടിഫൈ? ദിസ് മെത്തേഡ് വേക്ക് അപ്പ് ദ ഫസ്റ്റ് ത്രെഡ് ദാറ്റ് കോൾഡ് വെയിറ്റ്. ഇപ്പൊ നമ്മൾ വെയിറ്റ് മെത്തേഡിലോട്ടേക്ക് പോയ ഒരു ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡിനെ വേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫൈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് കിടക്കുന്ന ത്രെഡിനെയാണ് നമ്മൾ നോട്ടിഫൈ ചെയ്ത് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോട്ടിഫൈ ഓൾ. ദിസ് മെത്തേഡ് വേക്കപ്പ് ഓൾ ദി ത്രെഡ് ദാറ്റ് കോൾഡ് വെയിറ്റ്. ആരൊക്കെയാണോ വെയിറ്റ് ചെയ്യുന്നത് അവരെ എല്ലാവരെയും വിളിക്കും. അതിൽ ചിലപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതായിരിക്കും എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും. ദീസ് മെത്തേഡ്സ് ആർ ഇംപ്ലിമെന്റഡ് ആസ് ഫൈനൽ മെത്തേഡ് ഇൻ ഒബ്ജക്ട്. സോ ഓൾ ക്ലാസ്സസ് ഹാവ് ദം. All 3 methods can be called only from within a synchronized context. ഇതെല്ലാം നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ വെയിറ്റ്, നോട്ടിഫൈ ഓൾ. ഇവിടെ നമ്മളൊരു ബാങ്കിങ് പ്രോഗ്രാം ആണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇനീഷ്യലി എമൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒരു പേഴ്സൺ വിഡ്രോ ചെയ്യാൻ പോവാണ് എമൗണ്ട്. അവിടെ എമൗണ്ട് 0 ആണ് ഇനീഷ്യലി ഉള്ളത്. അപ്പോൾ അയാൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. സോ അയാളെ വെയിറ്റ് ചെയ്യിപ്പിക്കും. കാരണം ഡെപ്പോസിറ്റ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാൾ വെയിറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 0 എന്നുള്ള എമൗണ്ട്
ഇൻക്രിമെൻ്റ് ചെയ്തു നമ്മളെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യലി മറ്റേ ആൾ വന്ന എമൗണ്ട് അവിടെ ഇല്ലായിരുന്നു. അയാൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഇപ്പോൾ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളെ നോട്ടിഫൈ ചെയ്യാം. നോട്ടിഫൈ ഓൾ, അയാളെ വേക്കപ്പ് ചെയ്യിപ്പിക്കുക. ഇനി വന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. ദെൻ ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഇവിടെ ത്രെഡ് 0 വന്ന് ചെക്ക് ചെയ്യപ്പോൾ ഈസ് ഗോയിങ് ടു വിഡ്രോ ചെയ്യാൻ പോയപ്പോൾ അയാളെ വെയിറ്റിങ്ങിലോട്ടേക്ക് കൊണ്ടുപോയി. ദെൻ ത്രെഡ് 1 ഈസ് ഗോയിങ് ടു ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇനി വിഡ്രോ കംപ്ലീറ്റ് ചെയ്യാം. ആഫ്റ്റർ വിഡ്രോ എമൗണ്ട് ഈസ് 5,000 ആണ്. അടുത്ത നമ്മൾ ഔട്ട്പുട്ട് 2 പറയുന്നതെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാൻ പോയപ്പോൾ അതിൽ എമൗണ്ട് ഇല്ല, പക്ഷെ നമ്മൾ അവിടെ നിന്ന് തന്നെ 5,000 വിഡ്രോ ചെയ്യേണ്ടി വന്നു. ദെൻ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ത്രെഡ് 1 പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ നമ്മൾ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ബാക്കി 5,000 മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.